വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി CPIM പത്തനംതിട്ടയിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളാണ് വനം വകുപ്പിനെതിരെ ഈ പ്രതിഷേധത്തിലുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനില്ലാത്ത കാട്ടുപന്നി സ്നേഹം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട എന്നാണ് CPM പെരുന്നാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടുള്ള MS രാജേന്ദ്രൻ പ്രസംഗിച്ചത്. KU ജനീഷ് കുമാർ MLA ഇനിയും ഫോറസ്റ്റ് ഓഫീസിൽ പോകും. DYFIക്കാർ വിചാരിച്ചാൽ തൂത്തുവാരിയിട്ട് അടിക്കാൻ പറ്റുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടിലുള്ളൂവെന്നും MS രാജേന്ദ്രൻ വെല്ലുവിളിച്ചു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാരും കാണിക്കേണ്ടതില്ല. അങ്ങനെ കാണിക്കണമുണ്ടോ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്ത പന്നിയോടുള്ള സ്നേഹം പ്രണയമൊന്നും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടതില്ല. അങ്ങനെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് അതിനേക്കാൾ വളർന്ന ഏതെങ്കിലും DFOമാരോ റേഞ്ച് ഓഫീസർമാരോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ നിൽക്കുന്ന കർഷകരോടൊപ്പമാണ്. അതുകൊണ്ട് MLAയോടൊപ്പവും MLA സംസാരിക്കും, പ്രതിഷേധിക്കും, നാളെ ചെയ്യും. പക്ഷെ അതിന്റെയൊക്കെ പേരിൽ ഭീഷണി ഞങ്ങളോട് വേണ്ട കേട്ടോ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കാക്കി ഊരിയിട്ടിട്ട ശേഷം ഈ കായികബലം പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ശേഷി പരീക്ഷിക്കാൻ കാക്കി ഊരിയിട്ട ശേഷം ഞങ്ങൾ DYFIക്കാരും വിചാരിച്ചാൽ, ഞങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയുടെ പ്രവർത്തകർ വിചാരിച്ചാൽ ഈ തൂത്തുവാരി അടിച്ചില്ലാതാക്കാൻ പറ്റിയ ഫോറസ്റ്റുകാരനും മറ്റ് അനുബന്ധമായ ആളുകൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്ന് തിരിച്ചറിയണം. വനപാലകരുടേത് കാട്ടുപോത്തിന്റെ സ്വഭാവമാണെന്നായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ പരിഹാസം. താന്തോന്നികളായ വനപാലകർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കതക് തുറന്നാൽ വീട്ടുമുറ്റത്ത് ആന എത്തുന്ന അവസ്ഥയാണെന്നും KP ഉദയഭാനു പറഞ്ഞു. അതിന് ഇവർക്ക് ഈ കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവം തന്നെ മൃഗങ്ങളുടെ പോത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് താന്തോന്നികളായ കുറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ താന്തോന്നിത്തത്തിന്റെ താഴ്വേറിറക്കാനുള്ള ശക്തി ഈ നാടിന് ജനങ്ങൾക്ക് KP ഒന്നും കാണിക്കണ്ട. ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ആന വീട്ടിൽ നിൽക്കുകയെന്നേ, നേരം വീട്ടിൽ കഥ തുറന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആന നിൽക്കുക. എന്താ പറയുക? പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, CPM നേതാക്കളുടെ വാക്കുകളിൽ തന്നെ വനം വകുപ്പിനോടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടുള്ള അരിശം വ്യക്തമാണ്. KU ജനീഷ് കുമാർ MLAക്കെതിരെ ഒക്കെ നടപടികളിലേക്ക് കടന്നതിലും വലിയ രീതിയിൽ നമുക്ക് പ്രതിഷേധം കാണാനാകുന്നുമുണ്ടല്ലേ? അതെ വിനീത, കഴിഞ്ഞ ഏതാനും നാളുകളായി പത്തനംതിട്ടയിൽ CPIM ജില്ലാ നേതൃത്വത്തിന്റെ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ CPIM ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനു ആണ് ഇതിന് തുടക്കമിട്ടത്. അന്ന് ജനകീയ സമരങ്ങളിലെല്ലാം KP ഉദയഭാനു നേരിട്ട് തന്നെ പറയുമായിരുന്നു, ഈ വന്യമൃഗ ശല്യത്തിൽ വനംവകുപ്പ് തികഞ്ഞും ഒരു പരാജയമാണ്. അതുകൊണ്ട് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ളവയെ ജനം കൊല്ലണമെന്നൊരു ആഹ്വാനം കൂടി അന്ന് KP ഉദയഭാനു നടത്തിയിരുന്നു. ഇപ്പോൾ പുതിയ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനും അതേ നിലപാട് തന്നെയാണ്. ഇന്നിപ്പോൾ കോന്നി DFO ഓഫീസിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പ്രധാനമായും ഈ വന്യമൃഗ ശല്യത്തിൽ ഫലപ്രദമായിട്ടുള്ള നടപടിയെടുക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അത് ഉദ്ഘാടനം ചെയ്തത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആയിരുന്നു. അദ്ദേഹം വനംവകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. വാതിൽ തുറന്നാൽ കാട്ടാനയെയാണ് കാണുന്നത്. ജനങ്ങൾ എങ്ങനെ ജീവിക്കും? കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ തന്നെ ഈ വന്യമൃഗ ശല്യത്തിൽ CPMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കർഷകരുടെ രക്ഷയോർത്തുകൊണ്ട് വന്യമൃഗങ്ങളെ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലണം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇന്നിപ്പോൾ KP ഉദയഭാനുവും നടത്തിയിരുന്നത്. അതിനുശേഷം പെരുന്നാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രനും വനംവകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. MS രാജേന്ദ്രൻ പ്രധാനമായും പറഞ്ഞത് KU ജനീഷ് കുമാർ MLA ഇനിയും ഫോറസ്റ്റ് ഓഫീസിൽ ജനങ്ങൾക്ക് വേണ്ടി കയറും, അവിടെ വനപാലകരുമായി കാര്യങ്ങൾ സംസാരിക്കും, കേസെടുത്ത് CPM നേതാക്കളെ അല്ലെങ്കിൽ MLAയെ പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. ഏതായാലും ഈ വന്യജീവി ശല്യത്തിൽ അവർ കർഷകരുടെ ആ ഒരു പ്രശ്നത്തിൽ കർഷകരോടൊപ്പമാണ് എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് KP ഉദയഭാനു ആയാലും MS രാജേന്ദ്രനായാലും അവിടെ പ്രസംഗം നടത്തിയത്. ഏതായാലും ഒരു തുറന്ന സമര പരിപാടികളിലേക്ക് തന്നെയാണ് CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഇപ്പോൾ പോയിരിക്കുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വന്യജീവി ശല്യം രൂക്ഷമാകുന്നതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത് നമ്മൾ
കാണുന്നത്. മലപ്പുറം കാളികാവിലും സമാനമായൊരു സാഹചര്യം തന്നെയാണ്.